ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കിരൺ, വണ്ടി നിർത്ത്. നിർത്ത് നിർത്ത്. ദേ ആ നിൽക്കുന്നത് അക്ഷയല്ലേ? ആരാ? നിർത്ത്, ദേ അവിടെ. ഹലോ. ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. യെസ് മാം. പോലീസിന്റെ സ്പെഷ്യൽ ടീം കണ്ടെയ്നറിൽ കടത്തിയവരെ രക്ഷിച്ച ന്യൂസ് മറ്റു ചാനലുകളിൽ വന്നെങ്കിലും ആ ടീമിലെ ആരെയും കുറിച്ച് ഒരു ഇൻഫർമേഷനും പുറത്തു വന്നിട്ടില്ല. ആ ഡീറ്റെയിൽസ് ആദ്യം കിട്ടുന്നത് നമുക്കായിരിക്കണം. ശ്രമിക്കാം മാം. ശ്രമിച്ചാ പോരാ, കിട്ടണം. പോലീസിലുള്ള നമ്മുടെ മുഴുവൻ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കണം. എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ പറ്റാവുന്ന മറ്റു വഴികളിലൂടെ ശ്രമിക്കണം. ശരി മാം. മോളെ, പോലീസ് ഇത്രയും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ടീമിനെ നമ്മൾ റിസ്ക് എടുത്ത് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇത് സഞ്ജയും ഞാനും തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ മത്സരമാണ് ചെറിയച്ച. എനിക്കിതിൽ ജയിച്ചേ പറ്റൂ. നോട്ടെടുത്തോ? കഴിച്ചു കഴിച്ചു. കിരൺ, കിരൺ, ഏയ്. അല്ല, ഇന്നെന്താ കിരണിന്റെ ക്ലാസ് നേരത്തെ നിർത്തിയോ? കുറച്ച് നേരത്തെ നിർത്തി. തന്നെ പോലെ കുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാൻ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പെട്ടെന്ന് ബോറടിക്കും. വേണ്ട വേണ്ട, നോണ പറയണ്ട കിരൺ. കിരൺ നല്ല ഭംഗിയായിട്ട് തന്നെയാ പഠിപ്പിക്കുന്നത്. നിങ്ങള് ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. എല്ലാ കാര്യത്തിലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്ക് ഈയിടെയായി സെൽഫ് മോട്ടിവേഷൻ അല്പം കുറവാണോ എന്നൊരു സംശയം. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. ദുർഗെ, എന്നോടെന്തോ പറയാനുണ്ടെന്ന് താൻ രാവിലെ പറഞ്ഞില്ലേ? എന്താ കാര്യം? ജോർജ് സാറ് വിളിക്കാൻ പറ്റോ ചെയ്തോ? അതല്ല, അഷി ആരോടോ ഫോണില് സംസാരിക്കുന്ന കേട്ടു. അവളുടെ ഫിയോൺസേ തന്നെയാണെന്നാ തോന്നുന്നേ. പക്ഷേ അയാളുടെ സൗണ്ട് എനിക്ക് നല്ല പരിചിതമായി തോന്നി. എവിടെയോ കേട്ടൊരു ഫീല്. ആണോ? അഷിതയുടെ പയ്യനെ പറ്റി ദുർഗയ്ക്ക് മുത്തശ്ശോട് ചോദിക്കായിരുന്നില്ലേ? അയ്യോ വേണ്ടേ, ചെറിയമ്മ എങ്ങാനും കേട്ടാ പിന്നെ തീർന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ കാരണം അഷിതയുടെ കല്യാണം മുടങ്ങുന്നുള്ള ടെൻഷനിലാ ചെറിയമ്മ. അത് ശരിയാ. എന്തിനൊക്കെ തന്നെ ഉപദ്രവിക്കാന്ന് ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാ അവര്. മതി മതി, വാ നമുക്ക് പോവാം. ലേറ്റ് ആയാലേ പിന്നെ അത് മതി. പിന്നെ ക്രിമിനൽസിനെ വിറപ്പിക്കുന്ന ജെഡിയുടെ ടെൻഷൻ കാണാൻ നല്ല രസമുണ്ട്. കിരൺ, വേണ്ട, കളിയാക്കണ്ട. എത്രയൊക്കെ വലിയ ഓഫീസറാണെന്ന് പറഞ്ഞാലും ചെറിയമ്മയുടെ വീട്ടുകാരുടെ മുന്നില് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. എന്റെ മരണം വരെ ഞാൻ എന്റെ കുടുംബം സംരക്ഷിക്കും. വീടും വീട്ടുകാരെ നോക്കണമെന്ന് തന്റെ അമ്മ പറഞ്ഞതിന് താൻ അവിടെയുള്ളവരുടെ അടിമയാകണം അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല ദുർഗ. ഈ കാര്യത്തില് കിരൺ എന്നെ തിരുത്താൻ നോക്കണ്ട, ഞാൻ മാറില്ല. ശരി ശരി, തന്നോട് തർക്കിക്കാൻ ഞാനില്ല. നമുക്ക് പോവാം. അതെങ്കിട്ടാ, ഞാൻ ഇവിടെ വെച്ചിട്ട് വരാം.
ഹലോ, പെൻഡ്രൈവ് കയ്യിലില്ലേ? ഉണ്ട്. അതിന്ന് കൈമാറണം. ശരി, സൂക്ഷിക്കണം. നിരീക്ഷിക്കാൻ പലരും ഉണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചോളാം. then ഓക്കെ. ഓക്കെ. പൃഥ്വി, ആ, നീ ഇതെങ്ങോട്ടാ? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക്. ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? ഇനി ഇത്തരം അനാവശ്യ കറക്കങ്ങളൊന്നും വേണ്ട. ചേച്ചിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? അത്തരം കാര്യങ്ങളല്ലേ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ശരിയാ എന്ന് കരുതി ഇനിയും അങ്ങനെ ആവണമെന്നുണ്ടോ? ഞാൻ പോട്ടെ. പൃഥ്വി, നീ അവിടെ നിന്നേ. പൃഥ്വി, നീ എന്റെ അടുത്ത് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ആ, കാര്യം പറ പൃഥ്വി, നിനക്കെന്തൊരു ടെൻഷൻ? ചേച്ചി, ഞാൻ ഉം, ആശുപത്രിയോടൊപ്പം ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞാൻ എത്താന്ന് പറഞ്ഞ ടൈമായി. ഇനി ലേറ്റായ അവക്ക് ടെൻഷൻ ആവില്ലേ? അതാ എന്റെ ടെൻഷൻ. എങ്കിൽ പിന്നെ നിനക്കിത് എന്നോട് തുറന്നു പറഞ്ഞൂടെ പൃഥ്വി? നിശ്ചയം പോലും കഴിയുന്നതിന് മുമ്പ് ഒന്നിച്ച് പുറത്തു പോകുന്നതിന് ചേച്ചി എതിർത്താലോ എന്ന് കരുതിയാ ഞാൻ. അത്രയ്ക്ക് പഴഞ്ചനൊന്നും അല്ല നിന്റെ ചേച്ചി. അതല്ല ചേച്ചി, ഞാൻ മതി മതി, മനസ്സിലായി. ഇനി കിടന്ന് ഉരുളണ്ട. സമയം കളയാതെ വേഗം ചെല്ലാൻ നോക്ക്. അഷിതയെ പോസ്റ്റ് ആക്കണ്ട. ശരി ചേച്ചി, ഓക്കെ. കിരൺ, വണ്ടി നിർത്ത്. നിർത്ത് നിർത്ത്. ദേ ആ നിൽക്കുന്നത് അഷിയല്ലേ? ആരാ? നിർത്ത്, ദേ അവിടെ അഷിതയല്ലേ നിൽക്കുന്നത്? അവളെന്താ ഇവിടെ? ആ, ഹലോ. ഹലോ അഷിത, ഞാൻ പൂർണിമയാണ്. ആ, പറ ചേച്ചി, എന്താ വിളിച്ചേ? ഞാൻ വെറുതെ വിളിച്ചതാ. അഷിത ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ റോഡിലാ. പൃഥ്വിയെ കാത്ത് നിക്കുക. ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറിന് പോവാന്ന് പറഞ്ഞ് പൃഥ്വി വിളിച്ചിരുന്നു. ഓ ശരിയാ, ഞാനത് മറന്നു. പൃഥ്വി എന്നോട് പറഞ്ഞിരുന്നു. ഉം. ഏതായാലും നന്നായി. വിവാഹത്തിന് മുമ്പ് നിങ്ങക്ക് മനസ്സോർന്ന് സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഇത് നല്ലൊരു അവസരാ. അതെ അതെ. പിന്നെ പെട്ടെന്ന് വന്ന കല്യാണം ആയതിനാൽ ഞങ്ങൾക്കൊന്ന് പരസ്പരം സംസാരിക്കാനും സാധിച്ചില്ലല്ലോ. പൃഥ്വി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് സന്തോഷായി. ശരി മോളെ, രണ്ടുപേര് സന്തോഷത്തോടെ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വാ. താങ്ക് യു ചേച്ചി.